ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളങ്ങളോടെ കർത്താവിനെ ആരാധിക്കണം. അതുപോലെ ഉയർന്ന ആരവത്തിൽ, ഉയർന്ന സ്വരത്തിൽ കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയാ! കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ശക്തമായി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയാ, 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 ആരാധന, ആരാധന, ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാധിക്കാമോ? ഹല്ലേലൂയ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവശക്തി പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ആരാധന. ഈശോയേ, ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ ആരാധിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, ആരാധന, ആരാധന. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാ വിശുദ്ധരും മാലാഖമാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൂതരേ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ. സ്വർഗമേ പാടിടും ഈണമേകൂ. ദൂതരേ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ. സ്വർഗമേ പാടിടും ഈണമേകൂ. നാഥനായി പാടും, ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. ചേർന്ന് പാടാം. നാഥനായി പാടും, ഞാനെൻ നാഥനായി പാടും, ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. ഒരിക്കൽ കൂടി പാടാം. നാഥനായി പാടും, നാഥനായി പാടും, ഞാനെൻ നാഥനായി പാടും, ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. നിങ്ങൾ തന്നെ പാടാമോ? നാഥനായി പാടും. രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന, 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 ആരാധന. ആനന്ദത്തിൻ പൂർണ്ണതയെ
ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ ദൂതരേ വന്നിടൂ ഞങ്ങളെ നോക്കിടൂ നാഥനായി പാടുവാൻ പാട്ടെഴുതൂ സ്വർഗമേ പാടിടും ഇണമേകൂ ഓ ദൂതരേ വന്നിടൂ ഞങ്ങളെ നോക്കിടൂ നാഥനായി പാടുവാൻ പാട്ടെഴുതൂ സ്വർഗമേ പാടിടും ഇണമേകൂ വന്നിടുക വന്നിടുക എന്നാദമേശുവേ വന്നിടണേ വന്നിടണേ എന്നാദമേശുവേ വന്നിടുക വന്നിടുക എന്നാദമേശുവേ വന്നിടണേ വന്നിടണേ എന്നാദമേശുവേ കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന വന്നിടണേ വന്നിടണേ എന്നാദമേശുവേ വന്നിടണേ വന്നിടണേ എന്നാദമേശുവേ വന്നിടണേ വന്നിടണേ എന്നാദമേശുവേ രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി വന്നിടണേ 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 എന്നാദമേശുവേ വന്നിടണേ വന്നിടണേ എന്നാദമേശുവേ ഹല്ലേലൂയ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കി പറഞ്ഞ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോർക്കെ പറഞ്ഞേ. അല്പം കൂടി സ്നേഹത്തോടെ പറഞ്ഞ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ പറഞ്ഞ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൈകളടിച്ച് നന്ദി പറയാം ഈശോയ്ക്ക്. 2013 ദുഃഖ വെള്ളിയാഴ്ച മലയാറ്റൂർ മല കരണക്കൊന്ത പാടി ഇറങ്ങുമ്പോൾ പാടിയ പാട്ടാണ് ക്രൂശിതനെ ഉദ്ധിതനെ. ഒരുപാട് ഹൃദയങ്ങളെ സുഖപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടാണെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലി എന്നെ ഒരുപാട് സുഖപ്പെടുത്തിയ ഒരു പാട്ടാണ് ക്രൂശിതനെ ഉദ്ധിതനെ. ഡാനിയലച്ഛൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് അച്ഛൻ്റെ വളരെ ഒരു ഫേവറേറ്റ് പാട്ടാണെന്ന്. അച്ഛൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് കേട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛനെ ഈ പാട്ട് കേട്ടപ്പോഴും
ഇപ്പോഴൊക്കെ തോന്നുന്ന കാര്യം ഒന്ന് പങ്കുവയ്ക്കുമോ? ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈശോയെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മളെ ഈശോ കണ്ടെത്തുന്നുണ്ട്. അതായത് നമ്മൾ ഈശോയിലേക്ക് എത്തുകയല്ല, ഈശോ നമ്മളിലേക്ക് എത്തുകയാണ് ആദ്യം. അപ്പോൾ അവിടെ ആദ്യം പ്രവർത്തിക്കുന്നത് കർത്താവാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു കൃപയുടെ വഴിയെ നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് എന്നെ ആ പാട്ട് എന്നെ വല്ലാതെ, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും. പിന്നെ കൂട്ടത്തിലൊരച്ഛൻ മിക്കവാറും ഈ പാട്ട് പാടുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഈ പാട്ടിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്. ഈ നമ്മൾ കർത്താവിനെ തേടുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ തേടിയിട്ടുണ്ട്. നമ്മളവനെ തിരയുന്നതിന് മുമ്പ് അവൻ നമ്മളെ തിരഞ്ഞിട്ടുണ്ട്. നമ്മളവനെ കാണുന്നതിന് മുമ്പ് അവൻ നമ്മളെ കണ്ടിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് നിങ്ങൾക്ക്, ഇതിൻ്റെ വരികളെല്ലാം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇതിൻ്റെ വയലിൻ ഒരു വെർഷൻ നമുക്ക് ആദ്യം കേൾക്കാം. ഈ പാട്ട് ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടെ ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റാം. നമുക്ക് ഈശോയുടെ പ്രത്യേകമായൊരു സംരക്ഷണം, പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹം അനുഭവിക്കാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ദൈവാനുഗ്രഹമായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ക്രൂശിതനെ ഉദ്ധിതനെ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പാടാം. എന്നെ ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട്, രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഖാനായിലെ വീട്ടിൽ അപമാനം ഉണ്ടായിരുന്നെങ്കിലും ആ വീട്ടിലെ കാർന്നൂരന്ന് വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞു കാണും, കാര്യം നമ്മൾ കുറച്ചു നേരം തീ തിന്നെങ്കിൽ എന്താണ്, ഈ നാട്ടിൽ ഇതുവരെയും വിളമ്പാത്ത മേൽത്തരം വീഞ്ഞ് നമുക്ക് കിട്ടിയില്ലേ. വിശ്വസിക്കുന്നൊരു കുടുംബത്തിനുള്ള ഉറപ്പ് ഇത് മാത്രമാണ്. അപമാനം ഉണ്ടാകില്ലെന്നോ തോൽവി ഉണ്ടാകില്ലെന്നോ വീഞ്ഞ് തീരില്ലെന്നോ അല്ല. രാത്രിയിലോ പകലോ എപ്പോഴെങ്കിലും നിങ്ങൾ പറയും, ഒരുപാട് അപമാനത്തിൻ്റെ ഒഴിഞ്ഞ കൽഭരണികളിലൂടെ കടന്നുപോയെങ്കിൽ എന്താ, ഈ നാട്ടിൽ ഇതുവരെയും കാണാത്ത മേൽത്തരം വീഞ്ഞ് എനിക്ക് കിട്ടിയല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന് നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. വെള്ളം വീഞ്ഞാക്കാൻ നമുക്ക് ആർക്കും കഴിവില്ല. വെള്ളമുള്ള വെള്ളം വക്കോളം നിറയ്ക്കാം. മനുഷ്യപ്രയത്നത്തിൻ്റെ മാക്സിമം ആയിരിക്കും വക്കോളം. ഉള്ളത് പച്ചവെള്ളമാണ്. പക്ഷെ അത് വക്കോളം നിറയ്ക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് അത് അനുഗ്രഹമാക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയില്ല. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരിക്കാം. ഈശോ ഒരിക്കലും കടന്നു പോകാത്ത ചില വഴികളുണ്ട്. അവിടെ നിന്നിട്ട് കാര്യമില്ല. അവൻ കടന്നു പോകുന്ന വഴിയിലേക്ക് മാറി നിൽക്കുക. അതൊരു അനുതാപത്തിൻ്റെ വഴിയായിരിക്കും, ക്ഷമയുടെ വഴിയായിരിക്കും, ഒരു വിശ്വാസത്തിൻ്റെ വഴിയായിരിക്കും. നമുക്ക് നമ്മുടെ വലതുകരം ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രിയിൽ ഈശോ കടന്നു പോകുന്ന വഴിയിലേക്ക് മാറി നിൽക്കാൻ എൻ്റെ ചിന്തകളിൽ വരുത്തേണ്ട മാറ്റം ഉണ്ടെങ്കിൽ അതൊന്ന് സംഭവിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് സംഭവിക്കട്ടെ. ഈശോയെ, നീ കടന്നു പോകുന്ന വഴിയിലേക്ക് എനിക്ക് കടന്നു വരണം. നീ എന്നെ സുഖപ്പെടുത്തണം. സക്കേവൂസിൻ്റെ വീട് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത വീടാണ്. ക്ഷണിക്കാൻ പറ്റുന്ന കോലത്തിലായിരുന്നില്ലെങ്കിലും പറയണം, കർത്താവേ ഞാൻ നിന്നെ വിളിക്കുകയാണ്, എനിക്കൊട്ടും പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും നീ വരണം. ഒരു മുൻവിധികളുമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി. ഈ രാത്രിയിൽ ഈശോ വരും, 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 വരും. ഈശോ വരും, ഈശോ വരും, വരും, വരും. ഈ രാത്രിയിൽ അവൻ വരും, 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 വരും. പക്കോളം നിറച്ച കൽഭരണി വീഞ്ഞായി മാറും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, 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 ആരാധന. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ആരാധനയുടെ സന്ധ്യയാണ്. നമുക്ക് ആരാധനയ്ക്ക് യോഗ്യൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമായ നമ്മുടെ കർത്താവാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീരത്തെ, ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് ലോകം മുഴുവനോടും ദൈവം പ്രകടമാക്കിയ രക്ഷയെ നമ്മൾ ഏറ്റുപറയുകയാണ്. ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നറിയാൻ നമ്മൾ കുരിശിലേക്ക് നോക്കണം. എവിടേക്ക് നോക്കണം? കുരിശിലേക്ക് നോക്കണം. ഈശോ നമ്മളെ ഇപ്പോൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാൻ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കണം. ഹല്ലേലൂയാ. ഓരോ പരിശുദ്ധ കുർബാനയും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇത്രമാത്രം, അത്രയധികം സ്നേഹിച്ചു.
അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കും, സൗഖ്യം അനുഭവിക്കും, ആന്തരികമായ ക്ഷതങ്ങൾ സൗഖ്യപ്പെടും, ശാരീരിക രോഗങ്ങൾ സൗഖ്യപ്പെടും, ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോടുള്ള അടുപ്പത്തിന് തടസ്സമായി നിൽക്കുന്ന ആ അവസ്ഥകൾ മാറി കുറേ കൂടി ആത്മാവ് ദൈവത്തോട് ഐക്യപ്പെടും. അസാധാരണമായ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. നമുക്ക് പ്രാർത്ഥനാ നിരതമായ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. ഈശോ പറഞ്ഞു, പിതാവായ ദൈവം അന്വേഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് നമ്മൾ ആരാധിക്കേണ്ടത്. സത്യമായ യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, സത്യമറിഞ്ഞുകൊണ്ടാണ് ആരാധിക്കേണ്ടത്. നമുക്കതുകൊണ്ട് പാടുന്ന വരികളുടെ ആ അർത്ഥം മനസ്സിലാക്കിയും ഹൃദയം കൊണ്ട് പാടിയും പ്രാർത്ഥിച്ചും ആരാധിക്കാനും വരവേൽക്കാനും ഒരുങ്ങാം. കണ്ണുകൾ അടച്ച് അല്പസമയം പ്രാർത്ഥനാ നിരതമായിരിക്കും. നമുക്ക് ഏറ്റവും വിശ്വാസത്തോടുകൂടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മളെല്ലാവരെയും വ്യക്തിപരമായിട്ട് കാണാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമാണ്. ഹല്ലേലൂയ. സമരിയാക്കാരിയെ കാണാൻ വേണ്ടിയിട്ട് റൂട്ടെടുത്ത ഈശോ ആരും വരാത്ത സമയത്ത്, ആരും നടക്കാത്ത വഴിയിൽ മാറി നിന്നവളെ തേടി വന്ന ഈശോ, നമ്മളെവിടെ പതുങ്ങിയിരുന്നാലും മാറിയിരുന്നാലും നമ്മളെ തേടി വരുന്ന ഈശോ നമുക്ക് വേണ്ടി അവനൊരു യാത്ര ചെയ്യും. നമുക്ക് വേണ്ടി അവനൊരു ആരാധനയിൽ എഴുന്നള്ളി വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ എല്ലാം മറന്ന് നമുക്ക് ആരാധനയിൽ പങ്കുചേരാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഹൃദയം തുറന്ന് വിശ്വാസത്തോടുകൂടെ സർവശക്തനായ ദൈവത്തെ, സർവാധിപനായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, ഈശോ ഈശോ. ആരാധിക്കാം ദൈവത്തെ എന്നുമെന്നും, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, 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 ആരാധിക്കാം ദൈവത്തെ. ശ്വാസത്തോടെ ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നമുക്ക് ആരാധിക്കാനായി രാത്രി കർത്താവ് തന്നല്ലോ. നമുക്ക് ആരാധിക്കാൻ ശബ്ദം തന്നല്ലോ കർത്താവ്. നമുക്ക് ആരാധിക്കാൻ പാട്ടുകൾ തന്നല്ലോ. നമുക്ക് ആരാധിക്കാൻ ഒരുപാട് പേര് നമ്മുടെ കൂടെ നിർത്തിയല്ലോ. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനാ ഈ നാവു തന്നല്ലോ. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനാ ഈ നാവു തന്നല്ലോ. ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനാ ഈ ശബ്ദം തന്നല്ലോ. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനാ ഈ നാവു തന്നല്ലോ. ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനാ ഈ ശബ്ദം തന്നല്ലോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനാ ഈ നാമു തന്നല്ലോ. ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനാ ഈ ശബ്ദം തന്നല്ലോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. ഇനി നീ മാത്രമീശോ, 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 ഈശോ.
ആരാധിക്കാനായി ആരാധിക്കാനായി ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനായി ഈ നാമം തന്നല്ലോ. ആരാധിക്കാനായി ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനായി ഈ ശബ്ദം കരമയത്തി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഈശോ വിളിച്ചേ ഈശോ. ഇനി നീ മാത്രം ഈശോ. ഈശോയേന്ന് ഇനി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. നിങ്ങൾ തന്നെ വിളിച്ചേ മാത്രം ഈശോ. നീ മാത്രം ഈശോ. ഈശോ നിങ്ങൾ തന്നെ ഉറക്കെ വിളിച്ചേ നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ആകുലതകൾ നൽകിക്കൊണ്ട് വിളിച്ചേ നീ മാത്രം. സങ്കടങ്ങൾ നൽകിക്കൊണ്ട് ഇനി നീ മാത്രം ഈശോ. നീ മാത്രം ഈശോ. കുടുംബത്തെ നൽകിക്കൊണ്ട് നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. രോഗങ്ങൾ നൽകിക്കൊണ്ട് നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഇനി നീ മാത്രം ഈശോ. ഈശോ എല്ലാം സമർപ്പിച്ച നീ മാത്രം ഈശോ. ഇനി 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 നീ മാത്രം ഈശോ. ഈശോ രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധിക്കാനായി ഈ രാത്രി തന്നല്ലോ. ആരാധിക്കാനായി ഈ നാമം തന്നല്ലോ. ആരാധിക്കാനായി ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനായി ഈ ശബ്ദം. ആരാധിക്കാനായി ആരാധിക്കാനായി ഈ രാത്രി തന്നല്ലോ. ഈശോയേ ആരാധന ആരാധന. ഈ രാത്രിയെ ഓർത്ത് ആരോഗ്യത്തോടെ മുട്ടുകുത്താൻ, കരങ്ങൾ ഉയർത്താൻ, പാടാൻ കൃപ തന്നതിനെ ഓർത്ത് ആരാധന. ഈ സമൂഹത്തെ ഓർത്ത്, അഭിവന്യ പിതാക്കന്മാരെ ഓർത്ത്, വൈദികരെ ഓർത്ത് ആരാധന. സിസ്റ്റേഴ്സിനെ ഓർത്ത് ആരാധന ആരാധന. കുടുംബങ്ങളെ ഓർത്ത് ആരാധന. എല്ലാ രോഗികളെയും സമർപ്പിച്ച ആരാധന. ഈ രാത്രിയിൽ മരണമോർത്ത് കഴിയുന്നവരെ, മരണഭയത്തിൽ കഴിയുന്നവരെ ഓർത്ത് ആരാധന ആരാധന. ഹല്ലേലൂയ പാടാം നാദ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാദ, ഈശോ നിന്നെ വാഴ്ത്താം. പഠിക്കെല്ലാവരും. ഹല്ലേലൂയ പാടാം നാദ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ
പാടാം ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം ഈശോ നിന്നെ വാഴ്ത്താം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ തന്റെ അശുദ്ധിയെ ഓർത്ത് കരഞ്ഞ യെശയ്യായുടെ അരികിലേക്ക് ബലിപീഠത്തിൽ നിന്ന് കൊടിയിൽ കുത്തി വന്ന സെറാഫിനെ ഓർക്കുന്നു. ആ സ്വർഗീയ തീക്കനൽ തീക്കട്ട എൻ്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും എന്നെ ശുദ്ധനാക്കട്ടെ, എന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. ഓരോ ദിവസവും സെറാഫുകൾ ഒന്ന് യെശയ്യായ്ക്ക് ഏകിയ സ്വർഗീയ തീക്കനൽ പോലെ വൈദികന്റെ കരങ്ങളിലൂടെ എന്റെ നാവിലേക്ക് എത്തുന്ന ഈശോയെ ആരാധന. രണ്ട് കരങ്ങളെല്ലാം മക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്, നമ്മുടെ ദേശത്തിന് കിട്ടിയ സംരക്ഷണത്തെ ഓർത്ത്, ബലിയർപ്പിക്കുന്ന ബലിപീഠങ്ങളെ ഓർത്ത്, ദേവാലയങ്ങളെ ഓർത്ത് ആരാധന. ഈശോയെ, അന്ന് സെറാഫുകളിൽ ഒന്ന് കൊടിൽ കൊണ്ട് കൊത്തിയെടുത്ത തീക്കനലേ, സ്വർഗീയ തീക്കട്ടെ, ആരാധന. ഈശോയെ ആരാധന, സെറാഫുകളൊന്ന് യേശയ്യായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. സെറാഫുകളൊന്ന് യേശയ്യായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം ഈശോ നിന്നെ വാഴ്ത്താം. ആരാധന, ആരാധന, ആരാധന. അനുദിന ബലികളിലൂടെ വിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ എനിക്ക് ലഭിച്ച വലിയ സൗഖ്യത്തെ ഓർത്ത് ആരാധിക്കുന്ന ഈശോയെ, ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചത് വഴി, വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിച്ചത് വഴി ഇന്നോളം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, 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 ഈശോ മിശിഹായ, ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന. നമുക്ക് ഏറ്റവും ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് നമ്മൾ ഈ കഴിഞ്ഞ 3.5 മണിക്കൂർ പ്രാർത്ഥിച്ചതിൻ്റെ മുഴുവൻ കൃപകളും ചോർന്നു പോകാതെ പ്രാപിക്കുന്നതിന് മാതാവിൻ്റെ സംരക്ഷണം, പ്രാർത്ഥന നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഇനി വരും കാലങ്ങളിൽ കൃപയിൽ നമ്മളെ നിലനിർത്താൻ അമ്മയോട് നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയുടെ സമയമാണിത്. അതുകൊണ്ട് ഈ നിർദ്ദേശം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് തിരികൾ ലഭിക്കുമ്പോൾ തിരികൾ കത്തിച്ച് പിടിച്ച് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരുക. നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ ബാക്കി ക്രമീകരണങ്ങൾ നടത്തണമെന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു.
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മൾ തേടുകയാണ്. അമ്മ നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറാപ്പിയാണ് ഒരമ്മയുടെ മടിയിൽ കുഞ്ഞിരിക്കുന്നത്. ജപമാല ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോഴും ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറാപ്പി നടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയോട് കാണിച്ച മുഴുവൻ സ്നേഹവും നമ്മളോട് കാണിക്കും. സ്വന്തം അമ്മ നമുക്ക് നൽകാതെ പോയ സ്നേഹം പരിശുദ്ധ അമ്മ നമുക്ക് നൽകും. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. ജപമാല ചെല്ലുമ്പോൾ അങ്ങനെ ഓർക്കണം, പരിശുദ്ധ അമ്മ നമ്മളെ മടിയിലിരുത്തും, നമ്മുടെ മുക്കത്ത് പിടിക്കും, കവിളത്ത് പിടിക്കും, തലോടും, ഉമ്മ തരും, ചേർത്ത് പിടിക്കും. വലിയൊരു സ്നേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ നിമിഷമാണ്. ഒരുപാട് സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് പോലും ഒരുപക്ഷെ ഡോക്ടറേറ്റുള്ള അച്ഛനേക്കാൾ ദൈവിക കാര്യങ്ങളിൽ ജ്ഞാനമുള്ളത് കണ്ട് ഞാൻ പലപ്പോഴും അമ്പരന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. അത് യോഹന്നാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ അവർ പഠിച്ചതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്വഭവനത്തിൽ സ്വീകരിച്ചതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഏറെ ആഴമുണ്ടെന്ന് തിയോളജിൻസ് പറയാറുണ്ട്. പരിശുദ്ധ അമ്മ എന്ന യൂണിവേഴ്സിറ്റി പഠിക്കുന്ന അമ്മമാർക്കൊന്നും അറിവ് കുറവില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അപ്പനന്മാർ ഓർക്കണം, നമ്മൾ ആരും ചെറുത് വലുതുമല്ല. നമ്മളെ ഈശോ പഠിപ്പിക്കും, അമ്മ വഴി പലതും പഠിപ്പിക്കും. ഇതുവരെയും കാണാത്ത ഈശോയുടെ മുഖം കാണാൻ താബോറിൽ ശിഷ്യന്മാർ കണ്ടത് ആ മുഖമാണ്. ഇതുവരെ കാണാത്ത ഈശോയുടെ ഒരു മുഖം അവർ താബോറിൽ കണ്ടു. ജപമാല ചെല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ മുഖം മാത്രമല്ല കാണുന്നത്, അതിലുപരി ഈശോയുടെ മുഖം കൂടുതൽ നമുക്ക് വ്യക്തമാകും. ഈശോയുടെ സ്വഭാവം കൂടുതൽ വ്യക്തമാകും. ഈശോയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അമ്മ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈശോയെ പറ്റി പറയുന്നതിൽ തിന്മയ്ക്ക് അരിശമില്ല. ഈശോയെ പറ്റി നന്നായിട്ട് പറയുന്നതിൽ മാത്രമാണ് തിന്മയ്ക്ക് അരിശമുള്ളൂ. ഈശോയെ പറ്റി ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞാൽ അത് തിന്മയ്ക്ക് പിടിക്കില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈശോയെ പറ്റി വെറുതെ പറയുന്നതിൽ തിന്മയ്ക്ക് അസ്വസ്ഥതയില്ല. ഈശോയെ പറ്റി ബ്യൂട്ടിഫുള്ളായിട്ട് പറയുമ്പോൾ ഈശോയെ പറ്റി പറയണ കേൾക്കുമ്പോൾ ഈ വ്യക്തി സ്നേഹിക്കാൻ തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്നു അമ്മ മാതാവ് അങ്ങനെ ഒരു അഭിഷേകം നമുക്ക് വാങ്ങിച്ചു തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമ്മൾ അങ്ങനെ പഠിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളൊരു ഈ തിരി ലഭിക്കുന്ന സമയത്ത് നമ്മളൊരു താരാട്ട് പാട്ട് പാടാണ്. മാതാവിൻ്റെ പാട്ടുകൾ എനിക്ക് മാതാവ് അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ അമ്മച്ചി മരിച്ചതിന് ശേഷമാണ് ഞാൻ മാതാവിനോട് അടുത്ത് പോകല്ല, മാതാവ് എൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഉള്ള അനുഭവങ്ങൾ മാതാവിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പാട്ടുകളെല്ലാം അമ്മ എൻ്റെ അമ്മേ, കന്യക മേരി അമ്മേ, അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന എല്ലാ പാട്ടുകളും ഒരു അനുഭവത്തോടു കൂടിയാണ്. നമ്മൾ സമയം കുറവായിട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇതെല്ലാം പരിശുദ്ധ അമ്മ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. 15 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ഓർത്തു. ഈ വലിയ നഷ്ടം, ഭാരം, സങ്കടമൊന്നും ഓർത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ അമ്മയുടെ നഷ്ടം പോലും ഈശോയ്ക്ക് നന്മയാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മേൻ്റെ അമ്മയെന്ന് ഈ നഷ്ടത്തിൻ്റെ വേദനയെന്ന് വിളിച്ചതുകൊണ്ടായിരിക്കും ഒരുപാട് ഹൃദയങ്ങളിലേക്ക് പാട്ട് ചെല്ലുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിലയുള്ളത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ വിലയുള്ളത് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ, ദുഃഖങ്ങളെല്ലാം അമ്മ കൊടുത്തതുപോലെ അനുഗ്രഹമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാറ്റിനെ ശാസിച്ച് തമ്പുരാനെ ശാന്തമായി അമ്മ ഉറക്കിയല്ലോ. പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? കടലിന് മീത് നടന്നവനെ അമ്മ വെള്ളം കോരി കുളിപ്പിച്ചുവോ? ഉണ്ണിക്ക് കൂട്ടുകൂടാനായി അമ്മ മാലാഖമാരെ വിളിച്ചു. ഉണ്ണിക്ക് രാരീരം പാടാൻ അമ്മ താരക നിരയെ ക്ഷണിച്ചു. ഇടറിയൊരാടിന് ചുമലേകും നാഥൻ അമ്മതൻ തോളിൽ മയങ്ങിയല്ലോ. അമ്മതൻ അപ്പം കഴിച്ചൊരുണ്ണി ജീവന്റെ അപ്പമായി മാറിയല്ലോ. ഉണ്ണിക്ക് സന്തോഷമാകാൻ, ഉണ്ണിക്ക് സമ്മാനമേകാൻ അമ്മ കുഞ്ഞുടുപ്പന്ന് തയ്ച്ചു. ഉണ്ണിക്ക് സന്തോഷമാകാൻ അമ്മ സങ്കീർത്തനം ചൊല്ലിക്കൊടുത്തു. ഹല്ലേലൂയ. ഒന്ന് നേരിരിക്കാം എല്ലാവരും. പരിശുദ്ധ അമ്മയുടെ ഒരു താരാട്ട് പോലെ ഇത് കേൾക്കണം. അമ്മ നമ്മുടെ അടുത്ത് വന്ന് ഈശോയോട് കാണിച്ച സ്നേഹം നമ്മളോട് കാണിക്കട്ടെ. അപ്പൻ അമ്മയുടെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മാനുഷിക സ്നേഹം കുറഞ്ഞു പോയവർക്കൊക്കെ ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇഷ്ടപ്പെട്ട മുഖം മനസ്സിൽ ഓർക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു മുഖമുണ്ട്. ഈ മുഖം ഓർത്ത് സ്വന്തം അമ്മയെപ്പോലെ പരിശുദ്ധം അടുത്ത് വരുന്നതും കവളത്ത് പിടിക്കുന്നതും മുഖത്ത് പിടിക്കുന്നതും ഉമ്മ തരുന്നതൊക്കെ ഓർക്കണം. ഒരു തെറാപ്പി നടക്കുന്നുണ്ട് ഇവിടെ.
താരകം നിറയെ ക്ഷണിച്ചു. ആരിയാരം പാടാം ആരിയാരം പാടാം ുരാരിരം പാടി അമ്മ പൊന്നുമ്മ കവിളിൽ കൊടുത്തു. ുരാരിരം പാടി അമ്മ പൊന്നുമ്മ കവിളിൽ കൊടുത്തു. ആരിയാരം പാടാം ആരിയാരം പാടാം ചുമലേകുന്നാഥൻ അമ്മതൻ തോളിൽ മയങ്ങിയല്ലോ. അമ്മതൻ അപ്പം കഴിച്ചൊരുണ്ണി ജീവന്റെ അപ്പമായി മാറിയല്ലോ. ഉണ്ണിക്കു സമ്മാനമേകാൻ അമ്മ കുഞ്ഞുടെ തന്നു നയിച്ചോ. ഉണ്ണിക്കു സന്തോഷമാകാൻ സംഗീതനം ചൊല്ലിക്കൊടുത്തോ. ഉണ്ണിക്കു സന്തോഷമാകാൻ സംഗീതനം ചൊല്ലിക്കൊടുത്തോ. ആരിയാരം പാടാം ആരിയാരം പാടാം ആരിയാരം പാടാം ആരിയാരം പാടാം നമ്മുടെ കയ്യിലുള്ള തിരികളൊന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇരുന്നുകൊണ്ട് തന്നെ ഇരുട്ടിലായിരുന്നു നമ്മളിലേക്ക് സ്വർഗത്തിൻ്റെ പ്രകാശം കൊണ്ടുവരാൻ വന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അമ്മയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ സമയം മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനകളും കൊടുക്കാം. നടന്നിടണേ സാത്താൻ
കാത്തിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ. കൂടെ നടന്നിടണേ, സങ്കടമുറയകറ്റിടണേ, സങ്കടമുറയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. 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 തിരികെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് മിഴികൾ നിറഞ്ഞ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈ ദേശം മുഴുവനെയും സമർപ്പിക്കുന്നു. ഞങ്ങളെപ്പോഴും അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈശോയോടൊപ്പം ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ദേശം മുഴുവനിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, നിന്റെ നാമം മധുരമുള്ള നാമം, യേശുനാഥനെന്നും സ്നേഹമുള്ള നാമം. അമ്മേ, നിന്റെ നാമം മധുരമുള്ള നാമം, യേശുനാഥനെന്നും സ്നേഹമുള്ള നാമം. തിരികളെല്ലാം ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം. ലൂർദിലും ഫാത്തിമായിലും അജുഗോറിയിലും ഗൊഡാലൂപ്പയിലും വേളാങ്കണ്ണിയിലൊക്കെ അമ്മ നൽകിയ അതേ പ്രത്യക്ഷീകരണം സാന്നിധ്യം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് പട്ടമി ഹോളിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പട്ടത്തി ഹോളിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യേക സാന്നിധ്യം ആഗ്രഹിച്ചേ അമ്മ നമ്മുടെ അരികിലേക്ക് വരും. കന്യാമാതാവേ സ്വസ്തി,
കന്യാമാതാവേ സ്വസ്തി, കന്യാമാതാവേ സ്വസ്തി, കന്യാമാതാവേ, കന്യാമാതാവേ സ്വസ്തി, കന്യാമാതാവേ സ്വസ്തി. മരണവിനാഴികയിൽ അമ്മേ ബാധിച്ചിടണമേ, അണയാത്തീ നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. മരണവിനാഴികയിൽ അമ്മേ ബാധിച്ചിടണമേ, അണയാത്തീ നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആകുലതകൾ എല്ലാം സമർപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. നാളുകളേറെയായിട്ടുള്ള ഉത്കണ്ഠകൾ, ആകുലതകളെല്ലാം തിരിച്ചു വീട്ടിലേക്കുള്ള യാത്ര, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ദേശം മുഴുവനെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് തിരികൾ ഉയർത്തി ഊർദിലും ഫാത്തിമയിലും മജുഗോറിയിലും ഗോഡാലൂപ്പിയിലും വേളാങ്കണ്ണിയിലുമുള്ള അതേ സാന്നിധ്യം പരിശുദ്ധ അമ്മ ഇപ്പോൾ നൽകട്ടെ. ആവേ മരിയ, ആവേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയേറ്റ് ചൊല്ലാം. ഓ പരിശുദ്ധ മറിയമേ, ഈശോയുടെയും എൻ്റെയും മാതാവേ, ഞാൻ ഇന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഭയെയും ഈ നഗരത്തെയും എൻ്റെ നാടിനെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പൂർണ്ണമായും സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശുദ്ധ കുർബാനയിലും ഈശോയുടെ സ്നേഹത്തിലും ജീവിക്കാനും സ്നേഹനിധിയായ അമ്മേ എന്നെ സഹായിക്കണമേ. അമ്മയുടെ മാതൃ സംരക്ഷണത്തിന് കീഴിൽ എന്നെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നിരന്തരം കാത്തു നയിക്കുന്ന പരിശുദ്ധ കന്യകാമാതാവേ, അങ്ങയെ ഞങ്ങളുടെ അമ്മയും
ഞങ്ങളുടെ മധ്യസ്ഥയുമായി വിശ്വാസപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ദിവ്യകാരുണ്യനാഥേ, ഞങ്ങളുടെ ആശ്രയവും സങ്കേതവുമായ അമ്മേ, അങ്ങേ സഹായം തേടുന്നവരെ അങ്ങൊരിക്കലും കൈവിടുകയില്ലല്ലോ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അമ്മയുടെ പ്രാർത്ഥനകൾക്കായി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മേ, ദൈവസ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. ആധ്യാത്മികവും മാനസികവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളിലും അമ്മയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകണമേ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും സഹനങ്ങളിലും അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളെ താങ്ങി നിർത്തട്ടെ. ബുദ്ധിമുട്ടുകളിലും വേദനകളിലും അമ്മേ ഞങ്ങളുടെ അടുത്തുണ്ടാകണമേ. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വിശുദ്ധിയിൽ വളരാനുമുള്ള ശക്തി അമ്മ വാങ്ങിത്തരണമേ. ഞങ്ങളുടെ മരണസമയത്ത് അമ്മ ഞങ്ങളുടെ അടുത്തുണ്ടാകണമേ. ആമേൻ.